നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് LSGI സെക്രട്ടറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പേപ്പർ 2 ഒരു പ്രധാന ഭാഗമാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവൺനൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ലോക്കൽ ഗവൺനൻസ് അഥവാ തദ്ദേശ ഭരണത്തിൻ്റെ അടിസ്ഥാനവും വികസനവുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ. ഇപ്പോൾ LSGI പരീക്ഷ അടുത്ത ആഴ്ച തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇനി അധികം ദിവസങ്ങളില്ല. ഒരു റിവിഷനായിട്ട് ഈ ക്ലാസ്സിനെ കാണുക, ചോദ്യങ്ങൾ എല്ലാം കേട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, മിസ് ചെയ്യാതെ കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സപ്താംഗ സിദ്ധാന്തം അടങ്ങിയിരിക്കുന്ന പ്രാചീന ഇന്ത്യയിലെ രചന. സപ്താംഗ സിദ്ധാന്തം അടങ്ങിയിരിക്കുന്ന പ്രാചീന ഇന്ത്യയിലെ രചന അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം പ്രതിപാദിക്കുന്നത് രാഷ്ട്രതന്ത്രശാസ്ത്രത്തെക്കുറിച്ചാണ്. ചാണക്യൻ്റെ ഈ സംസ്കൃത കൃതി ശ്യാമശാസ്ത്രിയാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ചാണക്യൻ്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം. രാഷ്ട്രതന്ത്രശാസ്ത്രത്തെക്കുറിച്ചാണ് അർത്ഥശാസ്ത്രത്തിൽ വിവരിക്കുന്നത്. ആരാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ശ്യാമശാസ്ത്രിയാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. രാജാവ്, അമാത്യൻ അഥവാ മന്ത്രി, ജനപദം, കോട്ട, ഖജനാവ്, സൈന്യം, സഖ്യകക്ഷികൾ എന്നിവയാണ് ചാണക്യൻ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രത്തിൻ്റെ 7 ഘടകങ്ങൾ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ 7 ഘടകങ്ങളാണ് തൻ്റെ കൃതിയിൽ ചാണക്യൻ വിവരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? രാജാവ്, അമാത്യൻ, ജനപദം, കോട്ട, ഖജനാവ്, സൈന്യം, സഖ്യകക്ഷികൾ. അടുത്ത ചോദ്യം, 1772 ജില്ലാ കലക്ടറുടെ പദവി സൃഷ്ടിച്ച ഗവർണർ ജനറൽ. 1772 ജില്ലാ കലക്ടറുടെ പദവി സൃഷ്ടിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. കോൺവാലിസ് പ്രഭുവാണ് ജില്ലാ ജഡ്ജിയുടെ പദവി സൃഷ്ടിച്ച ഗവർണർ ജനറൽ. ജില്ലാ ജഡ്ജിയുടെ പദവി സൃഷ്ടിച്ച ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു. തപാൽ സംവിധാനം പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ സൗകര്യം ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. അതിനു മുൻപ് തന്നെ റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് മാതൃകയിലുള്ള പോസ്റ്റൽ സംവിധാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. അപ്പോൾ പോസ്റ്റൽ സംവിധാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. അടുത്ത ഭാഗം, ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ആദ്യ ബ്രിട്ടീഷ് ഭരണാധികാരി. ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ആദ്യ ബ്രിട്ടീഷ് ഭരണാധികാരി കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭു ആവിഷ്കരിച്ച നിയമസംഹിത കോൺവാലിസ് കോഡാണ്. കോൺവാലിസ് പ്രഭു ആവിഷ്കരിച്ച നിയമസംഹിത കോൺവാലിസ് കോഡ്. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് തുടങ്ങിയ കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് തുടങ്ങിയത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ പോലീസ് സേനയ്ക്ക് അടിസ്ഥാനമിട്ട ഗവർണർ ജനറലും കോൺവാലിസ് പ്രഭു തന്നെയാണ്. ഇന്ത്യയിൽ പോലീസ് സേനയ്ക്ക് അടിസ്ഥാനമിട്ട ഗവർണർ ജനറലും കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണത്. ഇംപീരിയൽ ഹെഡ്, പ്രൊവിൻഷ്യൽ ഹെഡ്, ഡിവൈഡഡ് ഹെഡ് എന്നിങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നികുതി വരുമാനത്തെ 3ആയി തരംതിരിച്ച വൈസ്രോയിയാണ് ഇദ്ദേഹം. അപ്പോൾ എന്തൊക്കെയാണ്? ഇംപീരിയൽ ഹെഡ്, പ്രൊവിൻഷ്യൽ ഹെഡ്, ഡിവൈഡഡ് ഹെഡ് എന്നിങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നികുതി വരുമാനത്തെ 3ആയി തരംതിരിച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. അടുത്ത ചോദ്യം, സ്വരാജ് അഥവാ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. സ്വരാജ് അഥവാ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതവും മതവും നിഷ്ഫലമാണ് എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകൻ തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ 1920 ഡെമോക്രാറ്റിക് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. 1920 ഡെമോക്രാറ്റിക് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. നാം നമ്മെ ഭരിക്കാൻ പഠിക്കുമ്പോൾ അതാണ് സ്വരാജ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. നാം നമ്മെ ഭരിക്കാൻ പഠിക്കുമ്പോൾ അതാണ് സ്വരാജ് എന്ന് പറഞ്ഞത് ഗാന്ധിജി. ലണ്ടനിൽ നിന്നുള്ള കപ്പൽ യാത്രക്കിടെ 1909 ഗാന്ധിജി രചിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. 1909 ഗാന്ധിജി രചിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ സ്റ്റേറ്റാണ് രാമരാജ്യം. ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ സ്റ്റേറ്റാണ് രാമരാജ്യം. ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഉപരിസഭയായ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമായിരുന്നു? 5 വർഷമാണ്. ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഉപരിസഭയായ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമായിരുന്നു? 5 വർഷം.
ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അധോസഭയായ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരുന്നു. ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അധോസഭയായ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരുന്നു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇവ രണ്ടും സ്ഥാപിതമായത്. ഈ ആക്ടിന് വഴിതെളിച്ച ഓഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ മോണ്ടേഗു ആണ്. ദെൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അസം, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ, ട്രൈബൽ ഏരിയാസ് എന്നിവ സംബന്ധിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗോപിനാഥ് ബർദോലോയ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അസം, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ, ട്രൈബൽ ഏരിയാസ് എന്നിവ സംബന്ധിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗോപിനാഥ് ബർദോലോയ്. ദെൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ KM മുൻഷി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ KM മുൻഷി. ഭരണഘടനയിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് ഇന്ത്യ കടപ്പാട് ഏത് രാജ്യത്തോടാണ്? ഫ്രാൻസ്. ഭരണഘടനയിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? ഫ്രാൻസ്. റിപ്പബ്ലിക് എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നതും ഫ്രാൻസിനോടാണ്. ദെൻ ഇന്ത്യൻ ഭരണഘടനയെ തടസ്സമില്ലാത്ത വല, സീംലെസ് വെബ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവിൻ ഓസ്റ്റിൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം രചിച്ചത് ഗ്രാൻവിൻ ഓസ്റ്റിനാണ്. ഇന്ത്യൻ ഭരണഘടന തീർത്തും ഫെഡറലോ തീർത്തും യൂണിറ്ററിയോ അല്ല, രണ്ടിൻ്റെയും മിശ്രണമാണ് എന്ന് വിലയിരുത്തിയത് D.D. ബസു ആണ്. ദെൻ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. 1957 ജനുവരി 16 നിയോഗിക്കപ്പെട്ട ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 നവംബർ 24 റിപ്പോർട്ട് സമർപ്പിച്ചു. 1957 ജനുവരി 16 നിയോഗിക്കപ്പെട്ട ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 നവംബർ 24 റിപ്പോർട്ട് സമർപ്പിച്ചു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ കലക്ടറാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ കലക്ടർ. ദെൻ 1957 ജനുവരി 16 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തത് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് എന്നറിയപ്പെട്ട കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് എന്നറിയപ്പെട്ട കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ്. മൊറാർജി ദേശായി നിയമിച്ച ഈ കമ്മിറ്റിയിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1978. മൊറാർജി ദേശായി നിയമിച്ച ഈ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1978. 2 തരത്തിലുള്ള പഞ്ചായത്തി രാജ് സംവിധാനമാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമാണ് ശുപാർശ ചെയ്തത്. ദെൻ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യൻ പാർലമെൻറ്റ് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ പാസാക്കിയത്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യൻ പാർലമെൻറ്റ് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ പാസാക്കിയത്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ച ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. മാർച്ച് ഏപ്രിൽ 1994 ഇലക്ഷൻ നടന്നത്. കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം ആദ്യമായി ത്രിതല പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് 1995. 1995 ഒക്ടോബർ 2 പുതിയ ഭരണസമിതികൾ ചുമതലയേറ്റു. സംസ്ഥാന ജനസംഖ്യ 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ മധ്യതലം ആവശ്യമില്ലെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243B. ഗ്രാമസഭയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243A. ഗ്രാമസഭയെ നിർവചിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243 അനുച്ഛേദം. ഭരണഘടനയുടെ 243E അനുച്ഛേദ പ്രകാരമാണ് പഞ്ചായത്ത് ഭരണസമിതികളുടെ കാലാവധി 5 വർഷമായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 243E അനുച്ഛേദ പ്രകാരമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി 5 വർഷമായി നിജപ്പെടുത്തിയിട്ടുള്ളത്.
ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ്. ദെൻ 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രാബല്യത്തിൽ വന്ന സമയത്ത് രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയും പ്രധാനമന്ത്രി PV നരസിംഹറാവുമായിരുന്നു. നിലവിൽ വനിതാ സംവരണം 50%. നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം 50%. ഭരണഘടനയുടെ 73ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തുകളെ സംബന്ധിച്ച് എത്ര കാര്യങ്ങളാണ് 11ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 29 കാര്യങ്ങളാണ്. നഗരഭരണം സംബന്ധിച്ച 18 അനുച്ഛേദങ്ങളാണ് 74ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 243P മുതൽ 243Z വരെയുള്ള ഈ അനുച്ഛേദങ്ങൾ പാർട്ട് 9A കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പാർട്ട് 9A. പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MN റോയ്. പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MN റോയ്. ദെൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് K. സന്താനം ആണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തുകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് K. സന്താനം ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. സ്വിറ്റ്സർലാൻഡിലെ പോലെയുള്ള പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനത്തിന് ഇന്ത്യയിലെ ഉദാഹരണമാണ് ഗ്രാമസഭ. ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ളത് വാർഡ് സഭയാണ്. വാർഡ് സഭ. ബന്ധപ്പെട്ട വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയർ. നഗരപിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മേയറിനെയാണ്. ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ഗുൽസാരിലാൽ നന്ദ 17-3-1953 മുതൽ 21-9-1963 വരെ, അതായത് ഏകദേശം 10 കൊല്ലവും 6 മാസവും വരെ അദ്ദേഹം ഉപാധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. ആസൂത്രണ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥാപനമാണ് ആസൂത്രണ കമ്മീഷൻ. സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥാപനമാണ് ആസൂത്രണ കമ്മീഷൻ. ദെൻ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്ന സമിതിയായിരുന്നു ദേശീയ വികസന സമിതി. ദേശീയ വികസന സമിതി രൂപം കൊണ്ടത് 1952 ഓഗസ്റ്റ് 6-നാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ക്ഷാമവും കാരണം പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതി 3ാം പദ്ധതിയാണ്. ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമാക്കി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായതും ഹരിത വിപ്ലവം ആരംഭിച്ചതും 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദെൻ റോളിംഗ് പ്ലാൻ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുണാർ മിർഡൽ രചിച്ച ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയിലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ഉൾപ്പെട്ടിരിക്കുന്നത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ സർക്കാരിൻ്റെ കാലത്താണ് ഇന്ത്യൻ ആസൂത്രണ മേഖലയിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടത്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഗവൺമെൻറ് തുടങ്ങിവെച്ച നയങ്ങൾ ഏതെല്ലാം? ഉദാരീകരണം, സ്വകാര്യവൽക്കരണം, ആഗോളീകരണം. ഉദാരീകരണം ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം പ്രൈവറ്റൈസേഷൻ, ആഗോളീകരണം ഗ്ലോബലൈസേഷൻ. സുസ്ഥിരമാക്കാൻ നടപടികളും ഘടനാപരമായ പരിഷ്കാരങ്ങളും എന്നിങ്ങനെ പുത്തൻ സാമ്പത്തിക നയങ്ങളെ രണ്ടായി തരംതിരിക്കാം. സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കാരങ്ങളും എന്നിങ്ങനെ പുത്തൻ സാമ്പത്തിക നയങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്ന വിപണി സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് 1991.
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറന്നു കൊടുക്കുന്നതിന് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയ സ്ഥാപനങ്ങൾ IMFും ലോകബാങ്കുമാണ്. IMFും ലോകബാങ്കിൻ്റെയും സമ്മർദ്ദം മൂലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പുറത്തെ വിപണിക്ക് തുറന്നു കൊടുത്തത്. ദെൻ 1991 ജൂലൈ 24 പുതിയ സാമ്പത്തിക നയം പ്രഖ്യാപിച്ച ധനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി PV നരസിംഹ റാവു ആയിരുന്നു. PV നരസിംഹ റാവു. ഈ സമയത്തെ രാഷ്ട്രപതി R വെങ്കിട്ടരാമനും റിസർവ് ബാങ്ക് ഗവർണർ S വെങ്കിട്ടരമണനുമായിരുന്നു. അപ്പോൾ രാഷ്ട്രപതി R വെങ്കിട്ടരാമൻ, റിസർവ് ബാങ്ക് ഗവർണർ S വെങ്കിട്ടരമണൻ, പ്രധാനമന്ത്രി PV നരസിംഹ റാവു, ആ സമയത്തെ ധനമന്ത്രി മൻമോഹൻ സിംഗ്. ഏത് സമയത്താണ്? 1991 ജൂലൈ 24 പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചത്. 1991 നവംബറിൽ ഇന്ത്യക്ക് $400 മില്യൺ വായ്പ അനുവദിച്ച സ്ഥാപനം ലോകബാങ്കാണ്. ലോകബാങ്ക്. IMFുമായുള്ള ധാരണ പ്രകാരം പണയമായി 20 ടൺ സ്വർണം യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡിനും 47 ടൺ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനും ബാങ്ക് ഓഫ് ജപ്പാനും കൈമാറി. അപ്പോൾ 47 ടൺ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനും ബാങ്ക് ഓഫ് ജപ്പാനും, അതുപോലെ തന്നെ 20 ടൺ സ്വർണം യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡിനും കൈമാറിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? $400 മില്യൺ വായ്പയായിട്ട് നമുക്ക് ലഭിച്ചത്. 2003 നടപ്പിലാക്കിയ പുര പ്രൊവിൻഷ്യൽ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. പുര പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് 2003 നടപ്പിലാക്കിയത്. ഈ പദ്ധതിയുടെ ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാം. പുര പദ്ധതിയുടെ പിൻഗാമിയാണ് ശ്യാമപ്രസാദ് മുഖർജി അർബൻ മിഷൻ. ശ്യാമപ്രസാദ് മുഖർജി അർബൻ മിഷൻ പുര പദ്ധതിയുടെ പിൻഗാമിയാണ്. പുര പദ്ധതിയുടെ പിൻഗാമിയാണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ അർബൻ മിഷൻ. ദെൻ 5 വർഷം കൊണ്ട് ഇന്ത്യയെ ചേരി വിമുക്തമാക്കാൻ യൂണിയൻ സർക്കാർ 2009 ആവിഷ്കരിച്ച പദ്ധതിയാണ് രാജീവ് ആവാസ് യോജന. രാജീവ് ആവാസ് യോജന. ദെൻ സ്വന്തമായി ഭൂമിയില്ലാത്ത കുടുംബങ്ങളിലെ വരുമാനമുള്ള അംഗം മരണപ്പെടുകയോ കിടപ്പിലാവുകയോ ചെയ്താൽ കുടുംബത്തിന് സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2007 ആരംഭിച്ച പദ്ധതി ആം ആദ്മി ബീമാ യോജന. അപ്പോൾ ആം ആദ്മി ബീമാ യോജന 2007 ആരംഭിച്ചത് എന്ന കാര്യം ശ്രദ്ധിച്ചു വയ്ക്കാം. ദെൻ യൂണിയൻ സംസ്ഥാന സർക്കാരുകൾ 50% എന്ന അനുപാതത്തിലാണ് നടത്തിപ്പ് ചെലവ് വഹിക്കുന്നത്. ആം ആദ്മി ബീമാ യോജനയുടെ നടത്തിപ്പ് ചെലവ് 50:50 എന്ന അനുപാതത്തിലാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനുമായി സഹകരിച്ചാണ്, അതായത് LICയുമായി സഹകരിച്ചാണ് ആം ആദ്മി ബീമാ യോജന നടപ്പിലാക്കിയത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കു വേണ്ടി യൂണിയൻ സർക്കാർ 2007 പ്രഖ്യാപിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്ഗാർ യോജനയെ 2011 ഏത് പേരിലാണ് പുനഃസംഘടിപ്പിച്ചത്? നാഷണൽ റൂറൽ ലൈവ്ലൈഹുഡ് മിഷൻ എന്ന പേരിലാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്ഗാർ യോജനയെ 2011 പുനഃസംഘടിപ്പിച്ചത്. ആജീവിക എന്നറിയപ്പെട്ട പദ്ധതിയുടെ പുതിയ പേരാണ് ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആദ്യമായി നടപ്പിലാക്കിയത് രാജസ്ഥാനിലെ ട്രൈബൽ ജില്ലയായ ബൻസ്വാരയിലാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആദ്യമായി നടപ്പിലാക്കിയത്. ദെൻ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനായി നിലവിലുണ്ടായിരുന്ന 2 പദ്ധതികളായിരുന്ന കിശോരി ശക്തി യോജന, പോഷക പദ്ധതിയായിരുന്ന NPAG എന്നിവ സംയോജിപ്പിച്ച് 2011 ഏപ്രിൽ 1 ആരംഭിച്ച പദ്ധതി കൗമാരപ്രായക്കാരായ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനായി നിലവിലുണ്ടായിരുന്ന 2 പദ്ധതികളായിരുന്ന കിശോരി ശക്തി യോജന, പോഷകാഹാര പദ്ധതിയായിരുന്ന NPAG എന്നിവ സംയോജിപ്പിച്ച് 2011 ഏപ്രിൽ 1 ആരംഭിച്ച പദ്ധതി രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെൻറ്റ് ഓഫ് അഡോളസെൻറ്റ് ഗേൾസ് അഥവാ ശമ്പള എന്ന പേരിൽ രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെൻറ്റ് ഓഫ് അഡോളസെൻറ്റ് ഗേൾസ് എന്ന് പദ്ധതി ഉണ്ടാക്കിയത് 2011. ദെൻ അടുത്ത ചോദ്യം, കുട്ടികളിൽ
ഉണ്ടായേക്കാവുന്ന 7 രോഗങ്ങളെ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ തടയുക എന്ന ലക്ഷ്യത്തോടെ 2014 ഡിസംബർ 25-ന് ദേശീയ ആരോഗ്യ മന്ത്രാലയം തുടക്കമിട്ട പദ്ധതി ഇന്ദ്രധനുഷാണ്. 2014 ഡിസംബർ 25-ന് ദേശീയ ആരോഗ്യ മന്ത്രാലയം തുടക്കമിട്ട പദ്ധതി ഇന്ദ്രധനുഷ് പദ്ധതി. കുത്തിവയ്പ്പാണ് അതിൻ്റെ അതായത് വാക്സിനേഷൻ. രാജ്യത്തെ എല്ലാ വീടുകളിലും LED ബൾബുകൾ നൽകുന്ന പദ്ധതിയായ ഉജാല ഉന്നത് ജ്യോതി അഫോർഡബിൾ LED ഫോർ ഓൾ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2016 മാർച്ച് 12-നാണ്. രാജ്യത്തെ എല്ലാ വീടുകളിലും LED ബൾബുകൾ നൽകുന്ന പദ്ധതിയായ ഉജാല ഉന്നത് ജ്യോതി അഫോർഡബിൾ LED ഫോർ ഓൾ പദ്ധതി തുടക്കം കുറിച്ചത് 2016 മാർച്ച് 12-നാണ്. 2016 മാർച്ച് 12-ന്. ദെൻ 10-നും 65-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് ബാങ്കിംഗ്, പെൻഷൻ തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത് എന്നാണ്? 2014 ഓഗസ്റ്റ് 28-നാണ്. ഓഗസ്റ്റ് 28, 2014 ഓഗസ്റ്റ് 28. ദെൻ ഗ്രാമങ്ങളിൽ 24 മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി യൂണിയൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2015 ജൂലൈ 25-നാണ്. 2015 ജൂലൈ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. എന്തിനാണ്? ഗ്രാമങ്ങളിൽ 24 മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ വയോജന പെൻഷൻ അർഹതയുള്ളതും എന്നാൽ ലഭ്യമാക്കാത്തതുമായ 65 വയസ്സിനുമേൽ പ്രായമുള്ള വൃദ്ധജനങ്ങൾക്ക് പ്രതിമാസം 10 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയായ അന്നപൂർണ സ്കീം ആരംഭിച്ച വർഷം 2000-ലാണ് അന്നപൂർണ സ്കീം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, നഗരങ്ങളിലുള്ള ദരിദ്ര ജനവിഭാഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എന്നിവയെ സംയോജിപ്പിച്ച് നാഷണൽ ഹെൽത്ത് മിഷൻ NHM ആരംഭിച്ചത് 2013 മെയ് 1-നാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ 2013 മെയ് 1. ദെൻ രാജ്യത്തെ നിക്ഷേപക സമാഹരണത്തിനും നൂതനാശയങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും വൈദഗ്ധ്യ വികസനത്തിനും ഭൗതിക സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും നിർമ്മാണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്ന സംരംഭമായ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2014. മെയ്ക്ക് ഇൻ ഇന്ത്യ 2014-ലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. സമ്പദ്ഘടനയെ ഇലക്ട്രോണിക് ലോകത്തേക്ക് മാറ്റി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2015 ജൂലൈ 1-ന് തുടങ്ങിയ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. സമ്പദ്ഘടനയെ ഇലക്ട്രോണിക് ലോകത്തേക്ക് മാറ്റി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2015 ജൂലൈ 1-ന് തുടങ്ങിയ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ദെൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് 2.5 ലക്ഷം സംരംഭകരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതി തുടക്കം കുറിച്ച വർഷം 2016. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ പദ്ധതി 2016. ആകെ ജനസംഖ്യയുടെ 50%-ലധികം പട്ടികജാതിക്കാരുള്ള ഗ്രാമങ്ങളെ ആദർശ് ഗ്രാമങ്ങളായി മാറ്റുന്നതിനുള്ള പദ്ധതിയായ പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജനയ്ക്ക് തുടക്കമിട്ടത് 2009-10 സമയത്താണ്. 2009-10 സമയത്താണ് പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജനയ്ക്ക് തുടക്കമിട്ടത്. ചെറുകിട കർഷക വികസന ഏജൻസി സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി രൂപവത്കൃതമായ വർഷം 1971-ആണ്. 1971. ദെൻ വരൾച്ച ബാധിത പ്രദേശങ്ങൾക്കായുള്ള പദ്ധതി ഡ്രൗട്ട് പ്രോൺ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1973-ലാണ്. സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി 1971, ഡ്രൗട്ട് പ്രോൺ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1973. 20 പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് 20 പരിപാടികൾ പ്രഖ്യാപിച്ചത്. ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ പ്രയോഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇ ഗവേണൻസ്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് 2006 മെയ് 18-നാണ്.
നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് 2006 മെയ് 18. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി കേരളത്തിൽ രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. 2002 നവംബർ 18 പള്ളിക്കലിൽ തുടക്കം കുറിച്ച സ്വകാര്യ പൊതുപങ്കാളിത്ത മാതൃകയിലാണ് അക്ഷയ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത്. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഇ ലിറ്ററസി. കേരളത്തിലെ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉദ്ഘാടനം നടന്നത് ഏത് വർഷം? 2022 ഫെബ്രുവരി 19. 2022 ഫെബ്രുവരി 19 കേരളത്തിലെ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉദ്ഘാടനം നടന്നത്. തിരുവനന്തപുരത്തെ സ്വരാജ് ഭവനാണ് വകുപ്പിൻ്റെ ആസ്ഥാനം. ദെൻ പഞ്ചായത്ത്, നഗരകാര്യം, ഗ്രാമവികസനം, ഗ്രാമാസൂത്രണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ, എഞ്ചിനീയറിംഗ് എന്നീ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരിച്ചത്. ദെൻ കേരളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഓഫീസർ. കേരളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഡിഗ്രി മെയിൻസിൽ കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജറുടെ എക്സാമിലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് വന്ന ചോദ്യമാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരം മഹാത്മാ പുരസ്കാരം. ദെൻ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തുകളുടെ എണ്ണം 892. പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഭരണപരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി 1957 കേരളത്തിൽ രൂപവത്കരിച്ച കമ്മിറ്റിയുടെ തലവൻ EMS നമ്പൂതിരിപ്പാടായിരുന്നു. 1958 ജൂലൈ 26 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1962 ജനുവരി 1. കേരള പഞ്ചായത്ത് നിയമം നിലവിൽ വരികയും 1968 ജനുവരി 1 നിയമം നിലവിൽ വരികയും 1964 ജനുവരി 1 1960 കേരള പഞ്ചായത്ത് നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ ആദ്യമായി അധികാരമേൽക്കുകയും ചെയ്തു. തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്ഥാപനം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്ഥാപനം മട്ടന്നൂർ മുനിസിപ്പാലിറ്റി. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആസ്ഥാനം കൊട്ടാരക്കര. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കര. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം കില. തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് കാവിലാണ് കില. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം സ്വരാജ് ട്രോഫിയാണ്. സ്വരാജ് ട്രോഫി. അടുത്ത ചോദ്യം, സ്വരാജ് ട്രോഫി 1995-96 സ്വരാജ് ട്രോഫി ഏർപ്പെടുത്തിയത്. 1999-2000 മുതൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയ്ക്കും പുരസ്കാരം ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയാണ് സ്വരാജ് ട്രോഫി ആദ്യമായി നേടിയ ഗ്രാമപഞ്ചായത്ത്. സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയാണ്. 2 തവണ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്ങാട്ടിടം. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടുന്ന ഗ്രാമപഞ്ചായത്തിന് 25 ലക്ഷം രൂപയാണ് പ്രത്യേക പദ്ധതി സഹായധനമായി ലഭിക്കുക. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടുന്ന ഗ്രാമപഞ്ചായത്തിന് 25 ലക്ഷം രൂപയാണ് പ്രത്യേക പദ്ധതി സഹായധനമായി ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത്. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത്. വയനാട് ജില്ലയിലെ ഏറ്റവും കുറച്ചും തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതലും ബ്ലോക്ക് പഞ്ചായത്തുകൾ. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും വയനാട് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂരിലും ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിലുമാണ്.
ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി എറണാകുളം ജില്ലയിലാണ്. മലപ്പുറത്തിനാണ് 2ാം സ്ഥാനം. ഇടുക്കി ജില്ലയിലാണ് മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കുറവ്. ഇടുക്കി ജില്ലയിലാണ് മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കുറവ്. ദെൻ 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ത്രിതല സംവിധാനമാണ് കേരളത്തിലുള്ളത്. 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്. 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളുമാണ് നഗരങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങൾ. നഗരങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളായിട്ട് 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ. എപ്പോഴും കോർപ്പറേഷൻ്റെ ചോദ്യം സാധാരണ എല്ലാ PSC പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. എത്ര കോർപ്പറേഷൻ ഉണ്ട്, ഏറ്റവും വലിയ കോർപ്പറേഷൻ, ഏറ്റവും പഴയ കോർപ്പറേഷൻ, ഏറ്റവും ചെറിയ കോർപ്പറേഷൻ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കാം. നമുക്കറിയാം തൃശ്ശൂർ, അതേപോലെ തന്നെ തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ഇതൊക്കെയാണ് പ്രധാന കോർപ്പറേഷനുകൾ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക കേട്ടോ. നമ്മൾ ആ ചോദ്യങ്ങളിലോട്ട് വരാം. ഏറ്റവും ഒടുവിൽ നിലയിൽ വന്ന കോർപ്പറേഷൻ, നമ്മൾ കുറച്ച് മിസ്സായിട്ടുണ്ട്. 6 കോർപ്പറേഷനുകളാണ് നഗരങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങൾ. ഇവയിലെ അംഗങ്ങളെ നേരിട്ടും അധ്യക്ഷന്മാരെ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിലുമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവയിലെ അംഗങ്ങളെ നേരിട്ടും അധ്യക്ഷന്മാരെ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. ദെൻ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ കണക്കാക്കിയാൽ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ കണക്കാക്കിയാൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയും വിസ്തീർണം കുറഞ്ഞത് വളപട്ടണവുമാണ്. ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി, വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഏറ്റവും പഴക്കമുള്ള കോർപ്പറേഷൻ എന്നീ പ്രത്യേകതകളുള്ള തിരുവനന്തപുരത്തിന് കോർപ്പറേഷൻ പദവി ലഭിച്ചത് 1940-ലാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ തിരുവനന്തപുരത്തിന് കോർപ്പറേഷൻ പദവി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ദെൻ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്ന ഏക കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. ഏറ്റവും തെക്കേ അറ്റത്ത് പാറശാല. തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പാറശാലയും മുനിസിപ്പാലിറ്റി നെയ്യാറ്റിൻകരയുമാണ്. തെക്കേ അറ്റത്തെ മുനിസിപ്പാലിറ്റി നെയ്യാറ്റിൻകര. തിരുവനന്തപുരത്ത് ഏറ്റവും തെക്കേ അറ്റത്ത് കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് ഏറ്റവും തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ. ദെൻ ഏറ്റവും വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂരും, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവ മഞ്ചേശ്വരവും, മുനിസിപ്പാലിറ്റി കാസർഗോഡുമാണ്. അപ്പോൾ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ, വടക്കേ അറ്റത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവ മഞ്ചേശ്വരം, വടക്കേ അറ്റത്തുള്ള മുനിസിപ്പാലിറ്റി കാസർഗോഡ്. ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുള്ള സാമ്പത്തിക മേഖല പ്രാഥമിക മേഖലയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുള്ള സാമ്പത്തിക മേഖല പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്ന പ്രാഥമിക മേഖല. ഫാമിംഗ്, മത്സ്യബന്ധനം, വനപരിപാലനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ PSCയുടെ ഒരു സ്ഥിരം ട്രെൻഡ് ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുക അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുക എന്നൊക്കെ തന്നിട്ട് ചോദ്യം ചോദിക്കും. ആ ഉദാഹരണങ്ങൾ പ്രത്യേകം പഠിച്ചു വയ്ക്കാം. പ്രാഥമിക മേഖല, അതേപോലെ തന്നെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഫാമിംഗ്, മത്സ്യബന്ധനം, വനപരിപാലനം, ഖനനം എന്നിവയാണ്. ദെൻ ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന മേഖല തൃതീയ മേഖലയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, ഗതാഗതം, വാർത്താവിനിമയം, ഫിനാൻഷ്യൽ സർവീസസ്, ഹോസ്പിറ്റാലിറ്റി, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മുതലായവ തൃതീയ മേഖലയിൽ പെടുന്നു. ദ്വിതീയ മേഖലയാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്ന രണ്ടാമത്തെ മേഖല. കെട്ടിട നിർമ്മാണം, വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം മുതലായവ ഈ മേഖലയിൽ പെടുന്നു. അപ്പോൾ ദ്വിതീയ മേഖലയിൽ പെടുന്നവ വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം തുടങ്ങിയവയാണ്. ദെൻ
സ്വകാര്യ മേഖലയും പൊതുമേഖലയും തുല്യ പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ പേര് മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും തുല്യ പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ പേര് മിശ്ര സമ്പദ് വ്യവസ്ഥ. ദെൻ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ് സാമൂഹിക ക്ഷേമവും ലാഭേച്ഛയോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ. പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് 1956 വ്യാവസായിക നയപ്രമേയമാണ്. 1956 വ്യാവസായിക നയപ്രമേയം രൂപീകരിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് അതാണ്. ഉദാരീകരണത്തിൻ്റെ ഭാഗമായി പലിശ നിരക്ക് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം റിസർവ് ബാങ്കിന് പുറമെ ഏതു ബാങ്കിനും കൂടിയാണ് നൽകിയിട്ടുള്ളത്? വാണിജ്യ ബാങ്കുകൾക്കാണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി റിസർവ് ബാങ്ക് ക്യാഷ് റിസർവ് റേഷ്യോയിൽ കുറവ് വരുത്തി. ഉദാരീകരണത്തിൻ്റെ ഭാഗമായി ചെറുകിട വ്യവസായങ്ങൾക്കുള്ള നിക്ഷേപ പരിധി 1 കോടി രൂപയായിട്ട് ഉയർത്തി. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി റിസർവ് ബാങ്ക് ക്യാഷ് റിസർവ് റേഷ്യോ കുറവ് വരുത്തി. ഉദാരീകരണത്തിൻ്റെ ഭാഗമായി ചെറുകിട വ്യവസായങ്ങൾക്കുള്ള നിക്ഷേപ പരിധി 1 കോടി രൂപയാക്കി. ദെൻ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തിട്ടുള്ള വ്യവസായങ്ങളുടെ എണ്ണം 3 കുറയ്ക്കുകയുണ്ടായി. ആറ്റോമിക് ധാതുക്കളുടെ ഖനനം, റെയിൽ ഗതാഗതം, ആണവോർജം എന്നിവയാണ് ആ 3 വ്യവസായങ്ങൾ. പൊതുമേഖലയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ള 3 വ്യവസായങ്ങൾ. ദെൻ 51 സമ്പദ്ഘടനയിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയോ അതിനെ മയപ്പെടുത്തുകയോ ചെയ്യുന്ന നടപടി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉദാരീകരണം. ഒരു രാജ്യത്തിൻ്റെ മൊത്തം സമ്പദ്ഘടനയെക്കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ചെറുഘടകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഭേദഗതി ചെയ്ത പ്രധാന നിയമമാണ് മോണോപോളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്. മോണോപോളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. ദെൻ ഫെറ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് നിയമത്തെ ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജിംഗ് ആക്ട് എന്ന പേരിലാണ് ഭേദഗതി ചെയ്തത്. അപ്പോൾ ഫെറ എന്ന നിയമത്തെ ഫെമ എന്ന പേരിലാക്കി. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിനെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടാക്കി ഭേദഗതി ചെയ്തു. ദെൻ 1991 പരിഷ്കാരങ്ങളുടെ സമയത്ത് ഏതൊക്കെ ഒഴികെയുള്ള വ്യവസായങ്ങളുടെ വ്യാവസായിക ലൈസൻസാണ് റദ്ദാക്കപ്പെട്ടത്? മദ്യം, സിഗരറ്റ്, പ്രതിരോധ ഉപകരണങ്ങൾ, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, അപകടകരമായ രാസവസ്തുക്കൾ തുടങ്ങിയവയുടെ ലൈസൻസുകളാണ് റദ്ദാക്കപ്പെട്ടത്. ഇത് ഒഴികെയുള്ള വ്യവസായങ്ങളുടെ ലൈസൻസാണ് റദ്ദാക്കപ്പെട്ടത്. ദെൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും തമ്മിലുള്ള മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നത് വ്യവസായ രംഗത്ത് പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുണ്ടായ പ്രമേയ വ്യത്യാസമായിരുന്നു. 1991 വ്യാവസായിക മേഖലയുടെ നിയന്ത്രണം എടുത്തു കളഞ്ഞതിന് ശേഷം ചെറുകിട വ്യവസായങ്ങളിൽ നിന്നുള്ള പല ഉൽപ്പാദനങ്ങളും ഡി റിസർവ്ഡ് ആക്കി. ദെൻ പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്വകാര്യവൽക്കരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്ന നടപടി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നറിയപ്പെടുന്നു. പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തി. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായുണ്ടായ പ്രധാന ഗുണമാണ് വിദേശ നിക്ഷേപം ധാരാളമായി ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളത്. ദെൻ അടുത്ത ചോദ്യം 54ാമത്തെ ചോദ്യമാണ്. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വിദേശ കറൻസിക്കെതിരായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിന് എന്ത് വ്യത്യാസമാണ് വരുത്തിയത്? ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറവ് വരുത്തുകയാണ് ചെയ്തത്, അഥവാ ഡീവാലുവേഷൻ നടത്തി. 1991 ശേഷം ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 1991 ശേഷം ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വർധനയുണ്ടാവുകയും ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ലോകവ്യാപാരത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി വിഹിതം എന്നിവ കൂടുകയും ചെയ്തു. ഇന്ത്യയുടെ കയറ്റുമതി വിഹിതം കൂടി. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലെ വാല്യൂ കൂടി. ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും വർധനവും ഉണ്ടായി.
അടുത്തത് 55-ാമത്തെ ചോദ്യം. കമ്പനികളുടെ ഓഹരികളിൽ വിദേശ നിക്ഷേപം നടത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ്വിതീയ കമ്പോളത്തിലാണ് ഇതിലൂടെ നിക്ഷേപം നടത്തുന്നത്. മറ്റൊരു രാജ്യത്തുള്ള ആസ്തി വാങ്ങുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നു. പ്രാഥമിക കമ്പോളത്തിലാണ് ഇതിലൂടെ നിക്ഷേപം നടത്തുന്നത്. പ്രാഥമിക കമ്പോളവും ദ്വിതീയ കമ്പോളവും. ദ്വിതീയ കമ്പോളത്തിലാണ് നിക്ഷേപം നടത്തുന്നതിന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും, പ്രാഥമിക കമ്പോളത്തിൽ നിക്ഷേപം നടത്തുന്നതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറയുന്നു. ദെൻ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്ന നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്ന നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആഗോളീകരണമാണ്. ആഗോളീകരണം. ദെൻ ആഗോളീകരണത്തിൻ്റെ ഫലമായി സാമ്പത്തികവും സാമൂഹികവും ഭൂമിശാസ്ത്രപരവുമായ അതിരുകളില്ലാതെ പ്രവർത്തന ശൃംഖലകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് ലോകത്തെ കൂടുതൽ പരസ്പരാശ്രയത്വം ഉള്ളവയാക്കുന്നു. ദെൻ ഒരു സാധനത്തിൻ്റെ വിലയ്ക്കുമേൽ ഗവൺമെൻറ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസ് മെക്കാനിസം. അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസ് മെക്കാനിസം. പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ രണ്ടാം ഘട്ടത്തിൽ ഭാഗമായി ചില ഉൽപ്പന്നങ്ങളെ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസ് മെക്കാനിസത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആദ്യഘട്ടം 1991 മുതൽ 2000 വരെയാണ്. ദേശീയ തൊഴിൽദാന പദ്ധതിയും ഗ്രാമീണ ഭൂരഹിത തൊഴിൽ ഭദ്രതാ പരിപാടിയും സംയോജിപ്പിച്ച് രാജീവ് ഗാന്ധി സർക്കാർ നടപ്പിലാക്കിയ ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ച വർഷം 1989. പിൻകാലത്ത് ഈ പദ്ധതി ഗ്രാമസമൃദ്ധി യോജന എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട യോജനയാണ് ജവഹർ റോസ്ഗർ യോജന. ദെൻ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ ആരംഭിച്ച വർഷം 2005. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ ആരംഭിച്ച വർഷം 2005. ദെൻ കേരളത്തിൽ ജവഹർലാൽ നെഹ്റു അർബൻ കേരളത്തിൽ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ നടപ്പാക്കാൻ തിരഞ്ഞെടുത്ത ആദ്യ നഗരങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയുമാണ്. കേരളത്തിൽ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ നടപ്പാക്കാൻ തിരഞ്ഞെടുത്ത ആദ്യ നഗരങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയുമാണ്. കേന്ദ്ര സർക്കാർ 2015 ജൂൺ 25 ആരംഭിച്ച നഗര വികസന പദ്ധതിയാണ് അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ സ്കീം അമൃത് എന്നത്. കേന്ദ്ര സർക്കാർ 2015 ജൂൺ 25 ആരംഭിച്ച നഗര വികസന പദ്ധതി അമൃത് പദ്ധതിയാണ്. അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ സ്കീം. രാജ്യത്തെ എല്ലാ നാഷണൽ ഹൈവേകളിലുമുള്ള ലെവൽ ക്രോസുകൾക്ക് പകരം പാലങ്ങൾ നിർമ്മിക്കാനുള്ള സേതു ഭാരതം പദ്ധതി തുടക്കം കുറിച്ച വർഷം 2016 മാർച്ച് 5 ആണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ കിട്ടും. എന്താണ് സേതു ഭാരതം പദ്ധതി? രാജ്യത്തെ എല്ലാ നാഷണൽ ഹൈവേകളിലുമുള്ള ലെവൽ ക്രോസുകൾക്ക് പകരം പാലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സേതു ഭാരതം പദ്ധതി. തുടക്കം കുറിച്ചത് 2016 മാർച്ച് 5. ഓരോ പാർലമെന്റ് അംഗവും 3 ഗ്രാമങ്ങളെങ്കിലും സമ്പൂർണ്ണ വികസനത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സൻസദ് ആദർശ് ഗ്രാമ യോജനയ്ക്ക് തുടക്കം കുറിച്ച വർഷം 2014. ഓരോ പാർലമെന്റ് അംഗവും, അതായത് ഓരോ MP-യും 3 ഗ്രാമങ്ങളെങ്കിലും ദത്തെടുത്തിട്ട് സമ്പൂർണ്ണ വികസനത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സൻസദ് ആദർശ് ഗ്രാമ യോജന തുടങ്ങിയത് 2014. ദെൻ ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ്റെ പരിഷ്കൃത രൂപമായ നിർമ്മൽ ഭാരത് അഭിയാൻ ആരംഭിച്ചത് 2012. ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ്റെ പരിഷ്കൃത രൂപമായ നിർമ്മൽ ഭാരത് അഭിയാൻ ആരംഭിച്ചത് 2012. പിന്നീട് അത് എന്താണ് സ്വച്ഛ് ഭാരത് മിഷൻ്റെ കീഴിലാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ 60ഓളം ചോദ്യങ്ങളാണ്. 60 ചോദ്യങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മുടെ GK കറണ്ട് അഫെയറിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു റിവിഷനായിട്ട് തന്നെ ഇത് കാണുക.
ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക. താങ്ക് യു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.